ഭർത്താവിനെ ഇട്ടേച്ച് അവനവൻ്റെ വീട്ടിൽ പോയി കുത്തിരിക്കുന്നു, മക്കളെയും കൊണ്ടുപോകുന്നു, ഭർത്താവിനോട് സംസാരിക്കുന്നില്ല, ഭർത്താവിനെ കുട്ടികളെ കാണിക്കുന്നില്ല, ഭർത്താവ് പിന്നെ മോശക്കാരനാണ്, ഇത്രയും കൊല്ലം നിന്ന ഭർത്താവ് ചെലവിന് തരുന്നില്ല, ഭർത്താവ് എവിടെയും കൊണ്ടുപോകുന്നില്ല, ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ല, മാനസിക പീഡനം, ശാരീരിക പീഡനം, അങ്ങനെ പല പല കുറ്റങ്ങളും പറഞ്ഞ് അവനവൻ്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ട് അവർ കേസ് കൊടുക്കുവാണ്. എന്തിന്? ജീവനാംശത്തിന്. ഒരു കാര്യം മനസ്സിലാവുന്നില്ല ഈ സ്ത്രീകളുടെ. വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വീട് വിട്ട് ഇറങ്ങി പോകുന്നത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി ഫയൽ ചെയ്യുന്നു. ഈ പൈസ തന്നെ വേണമല്ലേ? ഭർത്താവിനെ വേണ്ട, ഭർത്താവിനെ കുട്ടികളെ കാണിക്കുന്നില്ല, ഭർത്താവ് പൊട്ടയാണ്, ഭർത്താവ് അങ്ങനെ ചെയ്തു ഇത് ചെയ്തു, എന്നിട്ട് ഭർത്താവിൻ്റെ പൈസ വാങ്ങിക്കാൻ ഒരു ഉളുപ്പുമില്ല അല്ലേ? എന്നിട്ട് ഈ ഭർത്താക്കന്മാർ പാവങ്ങൾ എന്താ ചെയ്യുക? കോടതിയുടെ ഓർഡർ കിട്ടുമ്പോഴത്തേക്കും പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൂടെ നിൽക്കാതെയും പൈസ കൊടുക്കുന്ന ഭർത്താക്കന്മാരാണ്. അപ്പോൾ കൂടെ നിന്നിരുന്നപ്പോൾ നിങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും അയാളുടെ ഇന്ന് പൈസ അടിച്ച് മാറ്റിയിട്ടില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കേണ്ട ചോദ്യമാണ് അത് അല്ലേ? ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ പല കാരണങ്ങളും കാരണം അയാളെ തനിച്ചാക്കിയിട്ട് വേറെ വീട്ടിൽ പോയി നിന്നിട്ട് അവരുടെ ആ മനുഷ്യൻ്റെ അധികാരമുണ്ട് അയാളുടെ മക്കളോട് സംസാരിക്കാനും അവരെ കാണാനും, അതും കാണിക്കാതെ വീട്ടിൽ കുത്തിരുന്നിട്ട് പിന്നെ ഡയറക്റ്റ് കോടതിയിൽ നിന്ന് കോർട്ട് ഓർഡറും വാങ്ങിച്ച് ഈ മനുഷ്യൻ്റെ പൈസ തന്നെ വേണം അല്ലേ? അല്ലാതെ വേറെ ജീവിക്കാൻ ഒരു വഴിയുമില്ല അല്ലേ? ഇത്രയും പൊട്ട മനുഷ്യൻ്റെ പൈസ വേണോ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തൂടെ? ഒരു കാര്യത്തിനും കൊള്ളാത്തൊരു ഭർത്താവിൻ്റെ പൈസ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണം. എന്നാൽ പിന്നെ ഈ പറയുന്ന നാടകമൊന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ജെന്യൂനായിട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയല്ല, കള്ളക്കേസും കള്ളത്തരം ചെയ്ത് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഈ കാര്യം ഞാൻ പറയുന്നത്.